വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കേണ്ടി വരും. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിജയം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇൻ്റർവ്യൂ, ടെസ്റ്റ് എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും നല്ല രീതിയിൽ ജോലിയിൽ മുൻഗണന ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരുന്നൊരു വർഷം തന്നെയാണ്. സഹോദരങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗ്രഹസംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ പണച്ചിലവ് വരാം. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ധനനഷ്ടമുണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നു. വാഹനങ്ങൾ വാങ്ങുവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ മാറ്റി വാങ്ങുക, പുതിയ വാഹനങ്ങൾ വാങ്ങുക, ഇവയ്ക്കെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. പരിക്ക്, രോഗദുരിതങ്ങൾ എന്നിവ മൂലം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയോ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുവാനോ എല്ലാം സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ട് വേണം ജോലി പ്രവേശിക്കുവാൻ. കാരണം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിത്യവും ജോലി ചെയ്യുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള ആ ഒരു തടസ്സം ഈ ഒരു വർഷം മാറിക്കിട്ടും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറുകയും വിദേശയാത്രയ്ക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകുക തന്നെ ചെയ്യും. നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളായി വരുന്നത്. സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും അല്ലെങ്കിൽ ഉണ്ണിയപ്പ നേദ്യം നടത്തുകയും അഷ്ടദ്രവ്യ നേദ്യം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക. ദുർഗാദേവിയെയും ഗണപതി ഭഗവാനെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലികളെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകം തീർച്ചയായും പരിശോധിച്ച് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ചെറുതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ജാതകം നോക്കാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നേടുന്നു, അല്ലെങ്കിൽ വിവാഹം